ലോകം അദ്ദേഹത്തെ കേണൽ എന്ന് അറിയുന്നതിനു മുമ്പ് ഹാർലാൻഡ് സാൻഡേഴ്സ് ഒരു പാചകക്കുറിപ്പും ധാരാളം ധാർഷ്ട്യവും സ്വപ്നവുമുള്ള ഒരു മനുഷ്യനായിരുന്നു. 1890-ൽ ഇന്ത്യാനയിലെ ഒരു ചെറിയ ഫാം ടൗണിൽ ജനിച്ച ഹാർലാൻഡ് സാൻഡേഴ്സിന് വെറും 5 വയസ്സുള്ളപ്പോൾ പിതാവിനെ നഷ്ടപ്പെട്ടു. വേഗത്തിൽ വളരാൻ നിർബന്ധിതനായി അവൻ പാചകം ചെയ്യാനും ഇളയ സഹോദരങ്ങളെ പരിപാലിക്കാനും പഠിച്ചു. ആദ്യകാല പോരാട്ടങ്ങളിൽ അദ്ദേഹം ഒരു സ്ട്രീറ്റ് കാർ കണ്ടക്ടർ, കർഷകൻ, പട്ടാളക്കാരൻ, കൂടാതെ ഒരു അഭിഭാഷകൻ ആയി പോലും ജോലി ചെയ്തു. 1930കളിൽ കെൻഡക്കിയിലെ കോർബിനിലെ ഒരു ഗ്യാസ് സ്റ്റേഷൻ സാൻഡേഴ്സ് ഏറ്റെടുത്തു. അവിടെ അദ്ദേഹം കടന്നുപോകുന്ന യാത്രക്കാർക്ക് പാചകം ചെയ്യാൻ തുടങ്ങി. താമസിയാതെ ഈ റെസ്റ്റോറന്റ് ജനങ്ങൾക്ക് ഇടയിൽ വൻ പ്രീതി നേടുകയും കൂടാതെ 1935ൽ സംസ്ഥാന ഗവർണർ കെൻഡക്കി കേണൽ എന്ന് നാമകരണം ചെയ്ത ബഹുമതിയും നേടി. ഈ പദവി പിന്നീട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ രൂപത്തിനും ബ്രാൻഡിനും പ്രചോദനമായി. 65 വയസ്സിൽ പലരും വിരമിക്കലിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാൻഡേഴ്സ് തന്റെ ആദ്യത്തെ സോഷ്യൽ സെക്യൂരിറ്റി ചെക്കിൽ നിന്ന് വെറും $105 തന്റെ ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ഫ്രാഞ്ചൈസി ചെയ്യാനുള്ള സ്വപ്നവുമായി റോഡിലെത്തി. അദ്ദേഹം റെസ്റ്റോറന്റുകൾ സന്ദർശിക്കുകയും ഉടമകൾക്ക് തന്റെ ചിക്കൻ പാകം ചെയ്യുകയും ചെയ്യും. അവർ അത് ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹവുമായി ഒരു കരാർ ഉണ്ടാക്കും. അദ്ദേഹത്തിന്റെ പാചകക്കുറിപ്പ് ഉപയോഗിച്ച് വിൽക്കുന്ന ഓരോ ചിക്കൻ പീസിനും 5 സെന്റ് ലഭിക്കും. സാൾട്ട് ലേക്ക് സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനായ സുഹൃത്തായ പീറ്റ് ഹാർമനുമായി സാൻഡേഴ്സ് പങ്കാളിയായി. കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ അഥവാ KFC ജനിച്ച നിമിഷമാണിത്. പീറ്റ് ഹർമാൻ ചിക്കൻ വിളമ്പാൻ ബക്കറ്റുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചത് ഇപ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഐക്കണിക് KFC ബക്കറ്റ് സൃഷ്ടിച്ചു. 1964ൽ കമ്പനി $2 മില്യൺ വിറ്റിട്ടും സാൻഡേഴ്സ് തന്റെ ഐക്കണിക് വൈറ്റ് സ്യൂട്ടും കറുത്ത സ്ട്രിംഗ് ടൈയും ധരിച്ച് KFCയുടെ മുഖമായി തുടർന്നു. 1970കളോടെ KFC അന്താരാഷ്ട്ര തലത്തിലേക്ക് വളർന്നു. UK, മെക്സിക്കോ, ജപ്പാൻ കൂടാതെ ഓസ്ട്രേലിയ പോലുള്ള വിദൂര സ്ഥലങ്ങളിൽ പോലും റെസ്റ്റോറന്റുകൾ തുറന്നു. 11 ഔഷധങ്ങളും മസാലകളും അടങ്ങിയ സാൻഡേഴ്സിന്റെ ഒറിജിനൽ രഹസ്യ പാചകക്കുറിപ്പ് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. ഈ രഹസ്യ പാചകക്കുറിപ്പ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. കെൻഡക്കിയിലെ ലൂയിസ് വില്ലയിലെ ഒരു നിലവറയിൽ ഇത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. 1980 സാൻഡേഴ്സിന്റെ മരണശേഷം KFC വെറും വറുത്ത ചിക്കൻ മാത്രമായി പരിണമിച്ചില്ല. വിവിധ രാജ്യങ്ങളിൽ പോപ്കോൺ ചിക്കൻ, ക്രിസ്പി ചിക്കൻ സാൻഡ്വിച്ചുകൾ, കൂടാതെ പ്രാദേശിക സ്പെഷ്യാലിറ്റികൾ എന്നിങ്ങനെയുള്ള പുതിയ ഇനങ്ങൾ അവർ അവതരിപ്പിച്ചു. സ്ഥിരോത്സാഹവും ഗുണനിലവാരവും പൊരുത്തപ്പെടുത്തലും വിജയത്തിന്റെ താക്കോലാണെന്ന് KFCയുടെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നു. സാൻഡേഴ്സിന് 65 വയസ്സ് വരെ തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായില്ല. നിങ്ങളുടെ ഉൽപ്പന്നത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും വിജയം വരുമെന്നതിന്റെ തെളിവ് ആണിത്. കെൻഡക്കിയിലെ ഒരു ചെറിയ അടുക്കള മുതൽ ലോകമെമ്പാടുമുള്ള 24,000 റെസ്റ്റോറന്റുകൾ വരെ KFCയുടെ വിജയം മഹത്തായ ഒരു പാചകക്കുറിപ്പിന്റെ ശക്തിയുടെയും ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരാളുടെ ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണ്. ബിസിനസ് ലോകത്ത് നിന്നുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.